പ്രത്യേകാൽ ഇന്ന് ഒരു ചെറിയൊരു ബ്രീഫ് ഫങ്ഷൻ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ അഭ്യർത്ഥിച്ച പ്രകാരം ഇന്ന് ക്രമീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ സഭയിൽ വളരെ അധികം അറിയപ്പെട്ടിരിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ്റെ ചെറുപ്പം യങ്സ്റ്ററായിട്ട് ക്ലർജി ആയിട്ട് കോഴഞ്ചേരി മർത്തോമ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കാലയളവ് ഇത്രയും എനർജറ്റിക്കായ ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം എപ്പോഴും പ്രസന്നവധനായി ഓടി എല്ലാ ഭവനങ്ങളും വിസിറ്റ് ചെയ്യുന്ന ഒരച്ഛൻ. എന്നാൽ അച്ഛൻ ചില സാഹചര്യങ്ങളാൽ ശാരീരികമായ ബുദ്ധിമുട്ടിൽ ഇന്ന് അച്ഛൻ ശാരീരികമായ പ്രയാസങ്ങൾ അച്ഛൻ്റെ മൂവ്മെൻറ്റ്സിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തു. നമുക്ക് പറയാറുണ്ട് മൂവ്മെൻറ്റ്സൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ നേരിടുന്നു. എന്നാൽ അച്ഛൻ ചുമ്മാതെ ഇരിക്കുന്നില്ല. ഇത് നമുക്കൊരു വെല്ലുവിളിയാണ് അച്ഛൻ നൽകുന്നത്. അച്ഛൻ ഈ കാലയളവുകളിൽ 7 പുസ്തകങ്ങൾ എഴുതപ്പെട്ടു, സ്വന്തമായി എഴുതുകയും മറ്റുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ടു. ഇപ്പോൾ കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ വചന പ്രഘോഷകർ എന്നുള്ള ഒരു പുസ്തകമാണ് ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ മാരാമണ്ണെ ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ മധുവായിൽ നിന്നാണ് പൊട്ടത്ത ശുശ്രൂഷയിലേക്ക് അച്ഛൻ പ്രവേശിച്ചത്. പ്രത്യേകമായിട്ടും അച്ഛൻ്റെ ഈ ആഗ്രഹത്തോടനുബന്ധിച്ച് ഇന്ന് അച്ഛൻ കുമ്പസാരത്തിന് മുൻപ് തന്നെ എത്തുകയും അനൗൺസ്മെൻറ്റ് സമയത്ത് തന്നെ എത്തുകയും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എബ്രഹാം സക്രിയ അച്ഛനും അവർ സതീർത്ഥരാണ്. BD ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി ഒരുമിച്ച് ചെയ്തവരാണ്. അച്ഛൻ കോട്ടയത്തും ബഹുമാനപ്പെട്ട എബ്രഹാം സക്രിയ അച്ഛൻ ലീലാർഡ് തിയോളജിക്കൽ കോളേജ് ജബൽപൂരിലും നിർവഹിച്ചത് അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രത്യേകമായിട്ടും അച്ഛൻ നമ്മളോട് ഒരു വാക്ക് ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, പുസ്തക പ്രകാശനത്തിന് ചില ആളുകൾ സമയം പ്രാധാന്യം കൊടുക്കാറുണ്ട്. എല്ലാവരുടെ സൗകര്യം നോക്കി പ്രകാശനം ചെയ്യേണ്ട ആളുകളെ കേന്ദ്രീകരിച്ച് ചെയ്യാറുണ്ട്. എന്നാൽ സ്ഥലം നോക്കി ഒരു പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അതിനൊരു കാരണമുണ്ട്. ഈ പുസ്തകം ഈ സ്ഥലത്തെക്കുറിച്ചാണ്. ഈ മാരാവൺപള്ളി ഇല്ലായിരുന്നൊരു ഈ പുസ്തകം ഉണ്ടാവില്ല. ഞാൻ പുസ്തകം എഴുതിയെന്ന് പറഞ്ഞത് വെറുതെയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പാർക്കിൻസൺസിൻ്റെ പ്രയാസമുള്ളതുകൊണ്ട് കൈ കൊണ്ട് എഴുതാൻ പറ്റിയില്ല ഇപ്പോൾ. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്ത് നാക്കുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ്. ഗൂഗിൾ ക്രമീകരണം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പ്രയാസമില്ല. അങ്ങനെ എഴുതിയൊരു പുസ്തകമാണ്. ഞാനിവിടെ എബ്രഹാം മൽപ്പാനച്ചൻ്റെ കാര്യം ഓർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എബ്രഹാം മൽപ്പാനച്ചൻ പറഞ്ഞ കാര്യം മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അടിവരയിട്ട് ഉറപ്പിച്ചു. മാർത്തോമാ സഭയ്ക്ക് ലോകത്തിലെ സഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ദർശനങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചത്. അഭിനന്ദരായ 4 തിരുമേനിമാർ മാരാമൺ കൺവെൻഷൻ നൽകിയ കോൺട്രിബ്യൂഷനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ആല് നിൽക്കുന്നതിൽ തുടങ്ങി PM മാത്യു അച്ഛൻ വരെ ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തതിനെക്കുറിച്ചും ഓർപ്പിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ടിരുന്നതിനെക്കുറിച്ചുമൊക്കെ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഉപരിയായി കൊളഞ്ഞിക്കൊമ്പിലെ കപ്പ്യാരൂപദേശിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പടം വെച്ചുകൊണ്ടാണ് ഇതിനെ മുൻവശം ആരംഭിക്കുന്നത്. മാരാമൺ ഇടവകയ്ക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് കൊളഞ്ഞിക്കൊമ്പിലെ യോഹന്നാൻ ഉപദേശി. ഉപദേശിയുടെ വീട് കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉപദേശി താമസിച്ചിരുന്ന വീട് കണ്ടിട്ടുള്ളവർ? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? കുമ്പനാട്ടാണ്. 1904 അദ്ദേഹം എടുത്ത ഒരു ഫോട്ടോ ഇതിൻ്റെ കവർ പേജ് കൊടുത്തിട്ടുണ്ട്. അന്ന് ആദ്യത്തെ മാരാമൺ കൺവെൻഷൻ പ്രസംഗകനായിരുന്ന ബഡ്സ്വർത്തും ഡേവിഡും
CP ഫിലിപ്പോസ് കശീശായും ഒക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇതിൻ്റെ കവർ പേജിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ള ചെറിയ പുസ്തകമാണെങ്കിലും വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ്. മാരാമൺ കൺവെൻഷൻ്റെ ആദ്യത്തെ നോട്ടീസ് കണ്ടിട്ടുള്ളവരാരെല്ലാം ഉണ്ടോ? മാരാമൺ കൺവെൻഷൻ്റെ ആദ്യത്തെ നോട്ടീസ് ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. മാരാമൺ കൺവെൻഷനെക്കുറിച്ച് 2 റിപ്പോർട്ടുകൾ, ഒന്ന് ഒരു ഇംഗ്ലീഷിലുള്ള റിപ്പോർട്ടും മറ്റൊരു മലയാളത്തിലുള്ള റിപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു മാരാമൺ കൺവെൻഷൻ? എവിടെയാണ് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്? മാരാമൺ ഇടവകയിൽ വെച്ചാണ്. ഒരു പ്രാവശ്യം മാരാമൺ കൺവെൻഷൻ നടത്തിയത് ഇതിൻ്റെ മുറ്റത്താണ്. മുറ്റമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്കൂളിൻ്റെ ഭാഗമായിരിക്കാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് അറിയാനായിട്ടുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. കല്ലൂപ്പാറ മണൽപ്പുറത്താണ് ആദ്യമേ കൺവെൻഷൻ നടന്നിരുന്നത്. ഈ കൺവെൻഷനല്ല, ഡേവിഡും വേഡ്സ്വർത്തും ഒക്കെ വന്ന കൺവെൻഷൻ നടത്തി. ഡേവിഡിനെയും വേഡ്സ്വർത്തിനെയും കുറിച്ച് കറുത്ത ഉപദേശിയെന്നും വെളുത്ത ഉപദേശിയെന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അവരാണ് 1905 ആദ്യത്തെ പ്രസംഗകരായിരുന്നു. അതിൽ ഡേവിഡായിരുന്നു പ്രധാനപ്പെട്ട പ്രസംഗകൻ. അദ്ദേഹം സിലോണിൽ നിന്ന് വന്ന ആളാണ്. ഇവരെക്കുറിച്ച് യാതൊരു അറിവും നമ്മുടെ സഭയിലില്ലായിരുന്നു. ഞാൻ ചെറിയ റിസർച്ചൊക്കെ നടത്തി അവരുടെ ഫോട്ടോകളൊക്കെ കിട്ടി, അതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു മിഷണറി യാത്ര സിലോണിലേക്ക് നടത്തിയത് വേഡ്സ്വർത്തിൻ്റെ കൂടെ 5-6 സുവിശേഷകരാണ്. അതിൽ മാരാമണ്ണെന്ന് പറഞ്ഞ കപ്പ്യാർ ഉപദേശിയുണ്ടായിരുന്നു. അവരോട് പോയതിന് ശേഷം വന്ന ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ഇൻസ്പിറേഷന് വേണ്ടി മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവർ സിലോണിൽ ചെന്ന് പ്രസംഗിച്ചു. 50 വർഷമായിട്ടുള്ളൂ അവിടുത്തെ സഭ. അപ്പോൾ അവരെല്ലാവരും പ്രസംഗം കേട്ട് കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഞങ്ങൾ നാളെയും വരാം, നാളെ നിങ്ങൾ വരണം, നാളെ പ്രസംഗം കേൾക്കാം. അപ്പോൾ അവരെല്ലാവരും ഒരുങ്ങി ചവഞ്ഞ് എല്ലാവരും കൂടെ വലിയ കാര്യത്തിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ കണ്ണുനീരോടുകൂടി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും നാൾ എവിടെ കിടക്കുകയായിരുന്നു? 2000 വർഷത്തോളമായി നിങ്ങൾക്ക് ഈ സുവിശേഷം ലഭിച്ചിട്ട് നിങ്ങൾ എവിടെ കിടക്കുകയായിരുന്നു? നിങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ പാപത്തിൽ മരിക്കുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുലപാതകന്മാരാണ്. കണ്ണുനീരൊഴിച്ചുകൊണ്ട് നമ്മുടെ സുവിശേഷകർ പറഞ്ഞു, ഞങ്ങളുടെ സഭയ്ക്ക് ഇപ്പോഴാണ് ഒരു ബോധ്യം ഉണ്ടായത്. ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ഇപ്പോഴാണ് ദൈവം ഞങ്ങളോട് സംസാരിക്കുമെന്ന് മനസ്സിലായത്. ഞങ്ങളുടെ പരാജയമാണ് ഞങ്ങളുടെ സുവിശേഷ സംഘം സ്ഥാപിക്കാനിടയായത്. അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മുതൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മാരാമൺ കൺവെൻഷനിൽ പിന്നീട് വന്ന് പ്രസംഗിച്ചത് നമുക്കറിയാവുന്നതുപോലെ വോക്കർ സാഹിബാണ്. വോക്കർ സാഹിബിനെ കുറിച്ച് പുതിയൊരു പുസ്തകം ഞാൻ ചെറുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇനി വന്ന ഡോക്ടർ സ്റ്റാൻലി ജോൺസ്. അതിനുശേഷം 50 വർഷത്തിനുള്ളിൽ ഏകദേശം 50ഓളം ആളുകൾ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും വലിയ ഉന്നതന്മാരായ ആളുകളായിരുന്നു. അവരെക്കുറിച്ചൊന്നും മാർത്തോമാ സഭയിൽ വേണ്ട പഠനം നടത്തിയിട്ടില്ല. ചെറിയ ചില പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതൊരു പുസ്തകമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ 50 വർഷത്തെ മാരാമൺ ചരിത്രങ്ങളുള്ള ഒരു 10 പുസ്തകമെങ്കിലും 5 പുസ്തകമെങ്കിലും ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇറക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. വായന കുറഞ്ഞുപോയി, വായന മരിച്ചുപോയി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. വെറുതെയാണ്, പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങളുടെ വീടുകളിൽ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഈ ഡോക്യുമെൻറ്റ്സ് കാണണം. നിങ്ങൾ ആരായിരുന്നു തിരിച്ചറിയണം. മാരാമൺ ഇടവകയാണ് യഥാർത്ഥത്തിൽ മാർത്തോമാ സഭയ്ക്ക് നവീകരണത്തിന് ചുക്കാൻ പിടിച്ചത്. ഇവിടെ നടന്ന ബൈബിൾ ക്ലാസ്സുകളിലേക്കാണ് ആളുകൾ ഓടിക്കൂടുകയായിരുന്നു. ബൈബിൾ ക്ലാസ്സുകൾക്ക് അങ്ങനെയാണ് ബൈബിൾ ക്ലാസ്സുകൾ ശക്തിപ്പെട്ടു. ഇന്ന് കൺവെൻഷൻ പ്രസംഗങ്ങൾ ഉത്സവങ്ങളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബൈബിൾ ക്ലാസ്സുകളായിരുന്നു പ്രധാനം. ബൈബിൾ ക്ലാസ്സുകൾക്ക് വേണ്ടി ഓടിക്കൂടി. അങ്ങനെയാണ്. നല്ലൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ആദ്യത്തെ 3 പ്രസംഗകരും പിന്നീട് പ്രയാസമുള്ളവരായി തീർന്നു. ഡേവിഡും വേഡ്സ്വർത്തും അതോടൊപ്പം തന്നെ ഗ്രെഗ്സൺ എന്ന സായിപ്പും. അവരുടെയൊക്കെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ 3 പേരും പല കാരണങ്ങളാൽ ബ്രദറൻ സഭയിൽ ചേരേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ മാർത്തോമാ സഭ ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസമായിപ്പോയി. എൻ്റെ സഭ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ഞാൻ എൻ്റെ നല്ല സെൻസിൽ ചോദിക്കും. പക്ഷേ എൻ്റെ സഭ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കുന്നത് നെഗറ്റീവാണ്. എൻ്റെ സഭ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതിനൊരു കാരണം വേണ്ട തരത്തിലുള്ള ആളുകളെ വേണ്ട സമയത്ത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണ്. വേണ്ട തരത്തിൽ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ, ശരിയാം പാതയിലേക്ക് നയിക്കാൻ ഇടയാകുന്നതുകൊണ്ടാണ്. എന്നാൽ
നമുക്കറിയാവുന്നതുപോലെ തീത്തോസ് ഒന്നാമൻ തിരുമേനി നമ്മുടെ ബോക്കർ സാഹിബിനെ കൊണ്ടുവന്ന് സത്യസുവിശേഷം പ്രസംഗിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇവർ തമസ്കരിക്കപ്പെട്ടു പോകാൻ കാരണം ഈ 3 പേരും അവരെ 3 പേരെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അടിസ്ഥാനപ്പെട്ട കാരണം 4 വർഷത്തോളം മാരാമൺ കൺവെൻഷൻ ഇല്ലാതെ പോകാനുള്ളൊരു കാരണം അത് നിങ്ങൾ വെളിയിൽ പറയണ്ട കേട്ടോ, ഞാനിത് പറഞ്ഞത്. കാര്യം 131 മാരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നു. 131 ആയിട്ടില്ല, 131 വർഷമേ ഉള്ളൂ. 4 വർഷം നടക്കാതെ പോയി. വെറുതെ പറയുന്നതല്ല, എന്നോട് ചോദിച്ചാൽ മതി എവിടുന്ന അച്ഛനെ കിട്ടിയെന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വിപരീത ഉപദേശങ്ങൾ വന്നതുകൊണ്ടും കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടുമാണ്. അങ്ങനെ വളരെയധികം വളരെ വ്യത്യാസം, വളരെയധികം പഠനങ്ങൾ നടത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു കൊച്ചു പുസ്തകമാണ്. മത്തായി ഉപദേശി എന്ന് പറയുന്ന ഒരു പാണ്ടിക്കാരൻ ഉപദേശിയാണ് ഇവിടെ ആദ്യം വന്നത്. മത്തായി ഉപദേശി മാരാവണ്ണം വന്ന് പ്രസംഗമെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ CMSകാർ കായംകുളത്തിനടുത്തൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ വെച്ച് മത്തായി ഉപദേശി മരിച്ചുപോയി. മത്തായി ഉപദേശിയുടെ ഭാര്യയെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചത് 1-ാം മാർത്തോമ തീത്തോസ് ഒന്നാമൻ തിരുമേനി അച്ഛനായിരുന്നു ഇപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് പാണ്ടിക്കാരൻ എന്ന് പറയുന്നത് കഴിയുമ്പം നമ്മൾ വിചാരിക്കും വെറും പന്നെ ഉപദേശിയാണ്. നമ്മൾ നാട്ടിലെ പാണ്ടിക്കാരൻ ഉപദേശിക്കുന്നത് അങ്ങനെയല്ല, വലിയ ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വെച്ച് മരിച്ചുപോയി. ഇവിടെ വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊളമ്പിക്കുഞ്ഞിലെ യോഹന്നാൻ ഉപദേശി, കപ്പ്യാർ ഉപദേശി തനിയെ നിന്ന് കുഴിവെട്ടി ഈ സമിതിയിൽ അടക്കി. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ ഈ പള്ളിയും ബന്ധപ്പെട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിവില്ലാതെ അതിനൊരു താല്പര്യമില്ലാതെ നമ്മളിങ്ങനെ കടന്നു പോകാതെ സുവിശേഷമായി തീരുവാനും സുവിശേഷം കൊടുക്കുവാനും ഒക്കെ ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിചാരം ഇവിടെ കൂടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു വിശ്വാസം മാർത്തോമ സഭയ്ക്ക് ഇല്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ജോസഫ് മാർത്തോമ വരെയുള്ള മെത്രാന്മാരും ബ്രാഹ്മൽപ്പാനച്ചനും അതുപോലെ തന്നെ ഇതിനകത്ത് പേരെഴുതപ്പെട്ടിരിക്കുന്ന ആളുടെ പ്രിയപ്പെട്ടവരൊക്കെ സന്തോഷിക്കുവാൻ സാധിക്കുന്ന വരിയിൽ അവർ സന്തോഷിക്കുന്നതാണ് വിചാരം. കാരണം ഇങ്ങനെ ഒരു പുസ്തകം ഇതുവരെ മാർത്തോമ സഭയിൽ ഈ 3 പേരുടെ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ ഒരു 5 പുസ്തകങ്ങൾ 1945 വരെയുള്ള കാലഘട്ടത്തിലേത് കുറിച്ച് വെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ആരോഗ്യം കിട്ടുമെന്നുള്ളത് ദൈവത്തിന് അറിയത്തുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടും. പറഞ്ഞു കൊടുത്താണെന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒക്കെ ആയിട്ടുണ്ട് എന്നും വേണമെന്നൊരു പറയാം. അതുകൊണ്ട് ഈ മാർത്തോമ സഭ എങ്ങനെയായി തീർന്നു ചോദിച്ചാൽ മാരാമൺ കൺവെൻഷൻ്റെ പ്രസംഗങ്ങളും അതിൻ്റെ നേതൃത്വത്തിൽ കൂടെയാണ്. തിരിച്ചറിയുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ജിജേച്ചന് 2 പേരും ജിജേച്ചന്മാരും വളരെ സന്തോഷത്തോടുകൂടെ ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് സഹകരിച്ചു. മറ്റ് അസിസ്റ്റൻ്റ് വികാരിമാർ എബ്രഹാം സക്രിയാച്ചൻ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്, കോഴഞ്ചേരി കോളേജ്. അച്ഛനും ഞാനുമായിട്ട് എപ്പോഴും പ്രസംഗ മത്സരത്തിലായിരുന്നു. അച്ഛന് ഒന്നേ സ്ഥാനം കിട്ടും, എനിക്ക് 2-ാം സ്ഥാനം കിട്ടും. അല്ലെങ്കിൽ 2-ാം സ്ഥാനം എനിക്ക് കിട്ടും, അല്ലെങ്കിൽ 1-ാം സ്ഥാനം. മത്സരിച്ച് അച്ഛൻ 1-ാം സ്ഥാനം നേടി, ഒരു ഡോക്ടറേറ്റൊക്കെ എടുത്ത് 1-ാം സ്ഥാനത്ത് അച്ഛൻ തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. നിങ്ങളോടെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇതൊരു ആരംഭമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പൂർവ്വപിതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് അവരുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ആദ്യമായി കേരളത്തിന് വെളിയിലേക്ക് മിഷൻ ദൗത്യവുമായി പോയ 5 സുവിശേഷകരെ അവർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജിജി ഇപ്പോൾ പ്രകാശനം ചെയ്ത് ബഹുമാനപ്പെട്ട എബ്രഹാം സക്രിയാച്ചൻ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ 100 രൂപയ്ക്ക് പുസ്തകം കിട്ടും. 120 രൂപയാണ് വില എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഒരു
ഹിസ്റ്റോറിക് ബുക്കായി ഇത് നമ്മുടെ ഭവനത്തിൽ വയ്ക്കുന്നത് വളരെ ഉചിതമായിരിക്കും. പ്രത്യേകമായിട്ടും ബഹുമാനപ്പെട്ട അച്ഛനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തുറന്നും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നീങ്ങാം. ബഹുമാനപ്പെട്ട എബ്രഹാം സക്രിയ അച്ഛൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജേക്കബ് മാത്യു അച്ഛനിൽ കൂടെ ഞങ്ങളുടെ സഭയ്ക്ക് നൽകുന്ന എല്ലാ നേതൃത്വത്തിനായി സ്തോത്രം. അച്ഛൻ്റെ കഴിവുകൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് സ്തോത്രം. ശാരീരികമായ ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം തമ്പുരാൻ അത്ഭുതകരമായി നടത്തുന്നു. കർത്താവെ, കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിജി അച്ഛന് വേണ്ടി, റോഷൻ ജിജസ്ന അച്ഛന് വേണ്ടി, ജിജു അച്ഛന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു, പിരിയാത്തവനായിട്ട് കൂടി ഉണ്ടായിരിക്കണമേ. അടുത്ത ആഴ്ച ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നവരെയും അവിടുത്തെ കാവലും കരുതലും ഉണ്ടായിരിക്കണമേ. ആപത്തപകടങ്ങളിൽ നിന്നൊക്കെ സൂക്ഷിച്ചോളണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മുടെ മേലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും ദേശത്തിന്മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.